ആ കണ്ട കൊച്ചു ഇംഗ്ലീഷൊക്കെ പഠിച്ചടേ. വെറൈറ്റി ഫീലാണോ? അത് ഞാൻ കട്ട് ചെയ്തേക്കാം. അവന് പേടിയായിരുന്നു. നീ പേടിക്കരുത്, വേണ്ട. നമ്മുടെ ചാനല് നിങ്ങൾ ഈ സൈഡ് നോക്ക്, ഇവിടെ എണ്ണപ്പനയുടെ ഫുള്ള് വ്യൂസ് ഇങ്ങനെ കാണാം. നമ്മൾ തുടങ്ങിയില്ല, അതിനും കൂടെ ഞങ്ങൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. കൊള്ളാമോ? ആദ്യമായിട്ടല്ലേ വരുന്നേ? ആ ഹലോ ഗായ്സ്, ഇനി ഞങ്ങളൊരു ട്രിപ്പ് പോവാ, ഒരു റോഡ് ട്രിപ്പ് പോവാണ്. എവിടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതാണ് ഈ വ്ളോഗിന്റെ പ്രത്യേകത. എവിടാ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് പുതുതായിട്ട് വന്ന പേര് പറയടാ, ജോസ് റീനു കസിൻസ് ആണ്. അവരിപ്പോ വീട്ടിലോട്ട് വന്നു. അപ്പം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി വിചാരിച്ചു. പിന്നെ നമുക്കറിയാലോ, ജിൻസിനെ ഓൾറെഡി അറിയാലോ. അങ്ങനെ ഇന്ന് എവിടാ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. പോകുന്നത് എവിടാത് ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും ഒക്കെ പോവാ. എവിടെ പോണടാ? നീ പറ, എവിടെ പോണോ? ജോസെ പറയടാ. അവര് പേടിയാവും കേട്ടോ. എടാ നീ പേടിക്കണ്ടടാ. ഓ അതെ അതെ അതെ. ഇന്ന് പറ, എവിടെ പോണം? നിങ്ങൾ പറയുന്നിടത്ത് നമ്മള് പോകും. നമ്മളിപ്പോ എങ്ങോട്ട് പോവും? അതെ, ചോയ്സ്. എവിടെ പോണം? അച്ഛൻ എവിടെ പോന്നെ? അച്ചാച്ചനൊക്കെ പോവും. എവിടാ പോന്നേന്ന് അറിയുന്നില്ല. ഞങ്ങൾ എന്തായാലും റോഡിലോട്ട് ഇറങ്ങി. എവിടെ പോന്നേന്ന് ഒരു പിടുത്തമില്ല. നമ്മളൊക്കെ പോവാ. അല്ല, വ്ളോഗ് തുടങ്ങിയില്ല, അതിനും കൂടെ ഞങ്ങൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിജു അണ്ണന്റെ കയ്യിൽ ഇതൊരു ചായ കുടിക്കാം. വാ. വർഷങ്ങളായിട്ടുള്ള ഒരു തട്ടുകടയാണ് ബിജു അണ്ണന്റെ തട്ടുകട. ലൊക്കേഷൻ വരുന്നത് വൈക്കേന്ന് കമ്പങ്കോട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിറകടുപ്പിലുള്ള ഒരു ബീഫ് ഇങ്ങനെ തിളച്ച് വരും. ഇളം ബീഫാണ് യൂസ് ചെയ്യണേ. പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് പൊറോട്ടയും ദോശയും. ഈ ദോശയ്ക്കകത്ത് അങ്ങോട്ട് ബീഫ് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ആ ബീഫും ദോശയും കൂടെ ചേരുമ്പം ഒരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ദോശ ഇങ്ങനെ അലിഞ്ഞു പോകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടികളുണ്ട്, സ്പെഷ്യലായിട്ട് ലൈം ടീ ഉണ്ട്. പിന്നെ പഴമയുടെ ഒരു മാധുര്യം സൂക്ഷിക്കുന്ന ഒരു കടയായത്. ഓട്ടുരുളിയും ഓട്ടുപാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ചായ കുടിച്ച്. പിന്നെ ഹൈജീൻ നല്ലതാണ് കേട്ടോ, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. പാത്രങ്ങളൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയ അണ്ണൻ എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. അപ്പം കുളത്തൂപ്പുഴ ഫൈനൽ ചെയ്തോ? തെമ്മലയിൽ ഇപ്പോഴെന്തോ തെന്മലയില് പ്രത്യേകിച്ചൊന്നുമില്ല. ഡാമ് പിന്നെ മറ്റേ ഈ അവിടെ കുറെ അഡ്വഞ്ചർ ഇതൊക്കെ ഉണ്ടല്ലേ, ആ ഐറ്റംസ് ഒക്കെ. രാത്രിയില് മറ്റേ ഇതൊക്കെ ഇല്ലേ, ലേസർ ഷോ ഒക്കെ. അത് മറ്റേ തെന്മലയുണ്ട്. ചെറിയ. ഇപ്പൊ എങ്ങോട്ട് പോവാ പറ? നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നമ്മളിപ്പോ പോകുന്നത് ജിൻസി സ്ഥലത്തോട്ട് ജിൻസിയാണ് ഡോറ പൂജി. തെമ്മല പോവാ. കുളത്തൂപ്പുഴ പോണോ തെമ്മല പോണോ? നിങ്ങൾ അങ്ങനല്ല, നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, ലക്കി ഡ്രോ ഇടുന്നല്ലോ, ഇട്ട് നോക്കാം നമുക്ക് ഏത് എങ്ങോട്ട് പോണോന്ന്. കുളത്തൂപ്പുഴ ഫൈനൽ ചെയ്തോ? ഇനിയും മാറുമോ? അപ്പൊ വീണ്ടും റൂട്ട് അറിയോ? എടാ എന്റെ മൊന്നെ, എടാ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കണം. ഇപ്പൊ 3 സ്ഥലമായി. അപ്പൊ എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോകുന്നത്. ഇപ്പൊ കുളത്തൂപ്പുഴ പോണോന്ന് പറയുന്നതായിട്ട്. പിന്നെ എവിടെ അമ്പലം, എവിടെ എന്തുവാ ചാച്ചാ? തെമ്മലയല്ലേ പോന്നേ? പിന്നെ കുളത്തൂപ്പുഴയല്ലേ പോന്നേ? കുളത്തൂപ്പുഴ പോവാ. അപ്പൊ ഫൈനൽ ചെയ്ത് ഇനി നമ്മൾ കുളത്തൂപ്പുഴയിലോട്ട് പോവാണേ. ഇനി കുളത്തൂപ്പുഴ ചെന്നിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ ബൈ. പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ഒരു പള്ളിയിൽ കയറിയായിരുന്നു. തീർത്ഥാടന പള്ളിയാണ്. അഞ്ചലിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ ആലഞ്ചേരി പള്ളി സ്ഥിതി ചെയ്യുന്നത്.
ഈ പള്ളിയുടെ പേരെന്ന് പറയുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചാണ്. ഈ പള്ളിക്ക് 75 വർഷത്തിലേറെ ചരിത്രമുണ്ട്. മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. വർഷം മുഴുവനും ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിൽ വന്ന് സന്ദർശിക്കുകയും പ്രത്യേകിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കുന്ന പള്ളി പെരുന്നാളുണ്ട്. 8 നോമ്പ് പെരുന്നാൾ എന്നാണ് പറയുന്നത്. ഈ പള്ളി തെക്കൻ മണർകാട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് മാതാവിൻ്റെ പള്ളിയാണ്. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളി. മിക്കവാറുള്ള ആൾക്കാരെല്ലാം ഇവിടെ വരുന്നതാണ്. നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൂടെ ഇവിടെ വന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കുളത്തൂപ്പുഴയിലോട്ട് പോയി. പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ണപ്പെട്ട ആനക്കുളം വഴി വനത്തിലൂടെ ഒരു യാത്ര. പക്ഷേ ഈ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഈ ആനയൊക്കെ ഇതിലേ കൂടെ ഇറങ്ങിയൊക്കെ ചെയ്യും. നല്ല സേഫ് ഒന്നുമല്ല രാത്രി ആയി കഴിഞ്ഞാൽ. പകലാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ പോയ സമയം ഒരു 4 മണിയായിരുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ ഞങ്ങളൊരു പാം എസ്റ്റേറ്റ് കണ്ടായിരുന്നു, ഓയിൽ പാം എസ്റ്റേറ്റ്. അത് കണ്ടപ്പോൾ എൻ്റെ മോനെ ഞങ്ങൾ വിചാരിച്ച് ഇത് കണ്ടിട്ട് ഇറങ്ങി പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങ് നീണ്ട് നിവർന്ന് അങ്ങ് എണ്ണപ്പന കിടക്കും, ഒരു അവസാനമില്ല. അത് ഏക്കർ കണക്കിന് എവിടെ പോയി ചെന്ന് തിരിയൊന്നും ഒന്നും ഒരു പിടിയുമില്ലായിരുന്നു. കുറേ വഴികളുണ്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് റൂട്ട് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടു. ഇവിടെ പക്ഷേ കുറേ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. കാട് വെട്ടാൻ വേണ്ടി പ്രത്യേക സ്റ്റാഫുകളുണ്ട്. അതുപോലെ ഈ പനയ്ക്കകത്തൊരു കുരു വരും. ആ എണ്ണക്കുരു എടുത്തിട്ടാണ് ഇവർ ഓയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് മാനുഫാക്ചറിങ് പ്ലാന്റ് വേറൊരു സ്ഥലത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് നഴ്സറി പ്ലാന്റ് ഉണ്ട്. ഇത് പന ഇങ്ങനെ നടുന്നതിന് വേണ്ടിയുള്ളത്. പിന്നെ ഇത് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി കുറേ സൂപ്പർവൈസേഴ്സും കുറേ സ്റ്റാഫുണ്ട്. ഇതിന് ലോഡിങ് തൊഴിലാളികളുണ്ട്. ഈ കാണുന്ന ഈ വെള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഈ നഴ്സറി പ്ലാന്റ് എണ്ണപ്പനയുടെ. അപ്പോൾ ഇതിൽ നിന്നാണ് അവർ തൈ ഇങ്ങനെ ബഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോയി ചെന്ന് ഇത് നടുന്നത്. ഇത് വർഷങ്ങളെടുക്കും ഒരു എണ്ണപ്പനയൊക്കെ ആയി വരാൻ വേണ്ടി. ഇവിടെ തന്നെയുള്ള 2 സ്റ്റാഫ് നമ്മളോട് പറഞ്ഞായിരുന്നു ഇതിനകത്തൊരു ലൊക്കേഷനുണ്ട്, സീതപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. അതൊരു വൈൽഡായിട്ടുള്ളൊരു പാറയാണ്. അപ്പം അതിനകത്ത് എല്ലാവരും പോകുന്ന ഒരു ലൊക്കേഷൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ. അപ്പം നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സീതപ്പാറയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള 2 ചേച്ചിമാർ ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നായിരുന്നു. ഞങ്ങൾ കാറ് താഴെ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നടന്നാ പൊക്കോണ്ടിരുന്നത്. നല്ല കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. ചേച്ചി എന്താ സാഹസം മോനെ? അത് ഞങ്ങളിവിടെ ട്രെക്കിങ്ങിന് വേണ്ടി നടക്കുവാന്ന്. ഞങ്ങൾ കുളത്തൂപ്പുഴ പോകാൻ വേണ്ടിയായിരുന്നത്. ഇപ്പൊ കുളത്തൂപ്പുഴ മാറ്റി സീതപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോവാന്നേ. അവിടെ ചെന്നിട്ട് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. നീ ഇത് കണ്ടിട്ടുണ്ടോ? അവിടെ നിന്ന് നടക്കാൻ നടന്ന് ഒരുപാട് വരുക, ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. അവിടെ പാറ അവര് നമ്മളെക്കാട്ടിലും മുന്നേ പോയി. അപ്പം നമ്മൾ ആദ്യം കുളത്തൂപ്പുഴ പോകാനാ പ്ലാൻ ചെയ്ത്. പക്ഷെ ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് എണ്ണപ്പന കണ്ട് എണ്ണപ്പനയിലോട്ട് മാറി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ആ ചേച്ചിമാർ നമ്മളോട് പറഞ്ഞ് ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അതൊരു സീതപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ സീതപ്പാറ കണ്ടിട്ട് അടുത്ത സ്ഥലത്തിലോട്ട് വന്നു. കണ്ടോ, അവർ നമ്മളെക്കാട്ടിലും ദൂരത്തെത്തി. ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. നമുക്കറിയത്തില്ല, നമ്മൾ ഈ ഇത്തിരി ഒരു സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു പാറയുടെ ഒരു സ്ഥലം. നോക്കട്ടെ, കുറേ നടക്കണം. നമ്മളാണെങ്കിൽ കാറ് താഴെ ഇട്ടിട്ടാണ് വന്നത്. കാരണം വണ്ടി വരുവോടാ, വേണമെങ്കിൽ വരാം. പക്ഷെ കുറച്ച് റിസ്ക്കാണ്. ചിലപ്പോൾ അടിയൊക്കെ തട്ടാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറ, ചെറിയ കഷ്ണം പാറയൊക്കെ ഉണ്ട് റോഡിൻ്റെ നടുക്കൂടെ. അപ്പം പിന്നെ നമ്മുടെ വണ്ടി കയറി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി താഴെ ഇട്ടിട്ട് നടന്നിങ്ങ് കയറി. പറ, നിനക്ക് ഇവിടെ വന്നിട്ട് വെറൈറ്റി ഫീലാണോ? അത് ഞാൻ കട്ട് ചെയ്തേക്കാം. അവന് പേടിയായിരുന്നു. നീ പേടിക്കുന്നത് വേണ്ട, നമ്മുടെ ചാനല്. നീ പേടിക്കുന്ന എന്തിനാ? ആദ്യമായിട്ട് വ്ളോഗിൽ വരുന്നതിൻ്റെ ഉള്ള പേടിയാ. ഒരു 2-3 വ്ളോഗ് എടുക്കുമ്പോൾ പേടിയെല്ലാം മാറും. നെഞ്ചിങ്ങനെ പടപടാന്നിടിക്കുക. ഇനി ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും ചെല്ലണം, എങ്കിലേ ചായയൊക്കെ കുടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓടിക്കേറി നമുക്ക് പതിയെ കയറാം. നിങ്ങളെ വ്യൂ ഉണ്ടോ? ഇങ്ങനെ പാറയാണെങ്കിൽ നിരാന്ന് കിടക്കും അങ്ങ്.
നമ്മളിങ്ങനെ നടന്ന് അങ്ങ് പോകണം. പിന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, റിസ്കി ഫാക്ടർ ഭയങ്കര കുറവാണ്. ചെന്ന് വഴുവഴുക്കലുള്ള പാറയോ അങ്ങനെയൊന്നുമല്ല, മഴയൊന്നും പെയ്തില്ല, നല്ല വെയിലായിട്ട് കിടക്കുക. അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ വരാം. നിങ്ങളത് കണ്ടോ, ആ പാറയുടെ പേരാണ് ശിവപുരം പാറ. നമ്മുടെ ഇവിടെ ഇപ്പോൾ കുറേ ചേച്ചിമാർ വന്നില്ലായിരുന്നോ, ആ ചേച്ചിമാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. അവിടെ കുറേ ഗുഹകളുണ്ട്, പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗുഹകളാണ്. അവിടെ ചെല്ലാൻ വേണ്ടി വേറൊരു വഴിയുണ്ട്, പക്ഷെ നമുക്ക് ആ വഴി അറിയില്ല, അതുകൊണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. വഴി അറിയാമെങ്കിൽ പോകാം. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണപ്പനയിൽ തന്നെ കുറേ റോഡുകളുണ്ട്, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് വഴി അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം കുറേ സൈഡ് പോകുമ്പോൾ ഒരേ റോഡും ഒരേ വഴികളുമാണ് ഇങ്ങനെ. അപ്പം നമുക്ക് പോകാതിരിക്കുന്നതായിരിക്കും സേഫ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവാം. കിടക്കുക പാറ അങ്ങ് നിരാന്ന് നീണ്ട് നിവർന്ന് കിടക്കുക. ഒന്നും അല്ല. നമ്മൾ പാറയൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും തോന്നില്ല. കാരണം നമ്മൾ പാറയുടെ താഴെ വളർന്ന ആൾക്കാരാണ്. നമ്മുടെ വീടിൻ്റെ പുറകെ തന്നെ പാറയുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോസിൽ ഞാൻ കുറേ പാറ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റോട്ട് ഫുള്ള് പാറയാണ്. അപ്പം പിന്നെ നമുക്ക് പാറ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ തോന്നത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട് നിവർന്ന് അങ്ങ് കിടക്കുവോ, കുത്തനെയുള്ള ആയിരവല്ലി പാറയെക്കാട്ടിൽ വലിയ പാറയാന്ന് തോന്നിയത് കേട്ടോ. നമുക്കെന്തായാലും പാറ കയറിപ്പോ. നിങ്ങൾ അങ്ങോട്ട് കണ്ടോ, കുറേ മലനിരകളും എണ്ണപ്പനകളും. ഈ വീഡിയോക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴേ നമുക്കിങ്ങനെ പർവ്വതങ്ങൾ മൊത്തം ഇങ്ങനെ നിരയായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഈ സൈഡ് നോക്ക്, ഇവിടെ എണ്ണപ്പനയുടെ ഫുള്ള് വ്യൂസ് ഇങ്ങനെ കാണാം. നമ്മൾ താഴെ ചെയ്തപ്പോൾ അത്രയ്ക്കുള്ള വ്യൂസ് ഇല്ലായിരുന്നു, പക്ഷെ മുകളിലോട്ട് കയറി വരുന്തോറും ഈ എണ്ണപ്പനയുടെ സൗന്ദര്യം മൊത്തം നമുക്ക് കാണാൻ പറ്റും. പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളത് വ്യൂ ആണ്. അതുകൊണ്ട് പിള്ളേരെല്ലാം ക്ഷീണിച്ച് ഇവിടെ ഇരിക്കും. ജോസ് എങ്ങനെയുണ്ട് പറ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ആദ്യമായിട്ടല്ലേ വരുന്നേ? ആ ജിൻസി എന്തോ പറ, കൊള്ളാമോ? നല്ല രസമുണ്ടോ? എടാ നീ സൂപ്പറാണ്. ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇതിനു മുമ്പിട്ട് കയറി ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ വരും. നമ്മളിവിടെ പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്, താഴെ ചോദിച്ച് അവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് വന്നത് ഇങ്ങോട്ട് കയറിയത്. ഇതിന് ഇപ്പം കുറച്ച് കാറ്റ് വരുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മൾ കയറിയ സമയത്ത് ഇവിടെ അങ്ങനെ കാറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് കാറ്റ് വരുന്നുണ്ട്. എനിക്കൊന്നും ആ സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നതല്ലേ. ഇവിടെ ചുമ്മാ വൈകുന്നേരത്ത് വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. നമ്മൾ പാറയിലെ വ്യൂസ് എല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണേ. കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ നല്ല കാറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്തോ ചെയ്യാം, നമ്മളിപ്പോൾ ഇറങ്ങി പോവാ. ഇനിയിപ്പോൾ പോയി ഇനി താഴെ ചെന്നിട്ട് ഇനി അടുത്തൊരു ചെക്ക് ഡാമിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അല്ലെ പോകുമെന്നും അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങും, ചെല്ലുന്ന അൺഎക്സ്പെക്റ്റഡ് ജേണിയാണ്. ചെല്ലുന്നത് വേറെ വല്ല സ്ഥലത്തായിരിക്കും. അപ്പോൾ തന്നെ കണ്ടില്ലേ എന്താ ജിൻസി? ആ കണ്ട, കൊച്ചു ഇംഗ്ലീഷൊക്കെ പഠിച്ചടേ. മോള് CBSE സ്കൂളായിരുന്നു ICC ആയിരുന്നു? സ്റ്റേറ്റ് സിലബസിന്റെ വാഗ്ദാനമാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വന്നപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നേ. തെമ്മല പറഞ്ഞ്, കൊളത്തൂപ്പുഴ പറഞ്ഞ്, പക്ഷെ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? നമ്മൾ ഇതുവരെയായിട്ട് കൊളത്തൂപ്പുഴ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ എത്തിയതേ ഉള്ളൂ. ഡാലിയല്ലേ ഈ സ്ഥലം? ഡാലിയിൽ, അതിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്ഥലമാണ് ഡാലിയിൽ. നമ്മൾ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചതേ ഇല്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പെട്ട്. ഇനി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അടുത്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എവരുടെ കൂടെ പോകുന്നത് എപ്പോഴും വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകും. പക്ഷെ പോകുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ പഴയ നമ്മുടെ കാറ് കിടന്ന സ്ഥലത്തോട്ട് പോവുകയായി.
കുരു ഇങ്ങനെ വെട്ടി വെട്ടി ഇട്ടിട്ടുണ്ട്. ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ കുരു കളക്ട് ചെയ്യും. ഇതിന് പ്രത്യേക ആൾക്കാരുണ്ട് ഇവിടെ എസ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വരും. ഇതിന് പ്രത്യേക ജോലിക്കാരുണ്ട് കേട്ടോ, സ്റ്റാഫ്. ഈ കുരു പെറുക്കാൻ വേണ്ടി ലോഡിങ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്ന് ഇത് കളക്ട് ചെയ്യും. ഇത് കളക്ട് ചെയ്തിട്ട് പിന്നെ ഓയിലിൻ്റെ ഇതായിട്ട് അവരത് പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് അവരത് കൺവേർട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോന്നു അല്ലേ? അല്ലേടാ, തളർന്ന് അല്ലേ? തളർന്നില്ല, തളർന്നില്ലെന്ന് പോലും. തളർന്നുകൊണ്ട് വിയർത്ത് ഉപ്പാട് വന്നു. വീട്ടിൽ പോലെ ഇനി വേറെ പോകുന്നില്ലല്ലേ? ഇനി നേരെ നമ്മളെ വീട്ടിൽ പോകും. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7-8 മണിയായി രാത്രി. അപ്പോൾ വിചാരിച്ച് മന്തിയും കൂടെ കഴിച്ചിട്ടങ്ങ് പോകുന്നു. എല്ലാവരും പ്രിഫർ ചെയ്തത് മന്തിക്കായിരുന്നു. അങ്ങനെ ആയൂർ വന്നിട്ട് സഹർ അൽ മന്തിയിലാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടുത്തെ ബെസ്റ്റ് മന്തി എന്ന് പറയുന്നത് സഹറിലുള്ളതാണ്. അവിടെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെ ഒരു ഡ്രിങ്കിങ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാവ എന്നാണ് ഇതിൻ്റെ പേര്. വേണ്ടവർക്ക് യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട, ഫ്രീ ആണിത്. അപ്പം ഇതിനാണെങ്കിൽ ഒരു പുളിവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി കുടിക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇത് പിരി പിരി അൽഫാം മന്തിയാണ്. കൂടെ ഒരു ചെറിയ പീസ് അഫ്ഗാൻ ചിക്കനും കൂടെ ഓർഡർ ചെയ്ത്. അങ്ങനെ ഒരു അടിപൊളി ഒരു മന്തിയാണ്. ഞങ്ങൾ ഫുള്ളാണ് മേടിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ്. ഇതിൻ്റെ ചിക്കൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അഫ്ഗാനും ഒരു വെറൈറ്റി ഐറ്റം. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ജീൻസ് നീ കഴിച്ചോടാ? കൊള്ളാമോ നോക്ക്, കഴിച്ചു നോക്കാമേ മന്തി എങ്ങനെ ഉണ്ടോ. കൊള്ളാം, വേറെ ടേസ്റ്റ് അല്ലേ? പെരി പെരിയല്ലേ നമ്മൾ ഓർഡർ ചെയ്തേ? പെരി പെരി നല്ല ടേസ്റ്റ് ഉണ്ടോ? പെരി പെരി മന്തി കൂടെ വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ വേറെ സാധനം മേടിച്ചത് അഫ്ഗാൻ, ക്രീമി അഫ്ഗാനാണ്. ഇതിനെ കൂടെ ടേസ്റ്റ് ചെയ്തത്. ഇത് വേറൊരു ടേസ്റ്റ്, ഒരു പാസ്തയുടെ ഒക്കെ ക്രീമല്ലേ? ഇതിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. നല്ല ദിവസമായിരുന്നു, കുറച്ച് എൻജോയ് ചെയ്തു. ഇന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഇന്ന് പോയതൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി വൺ ഡേ ട്രിപ്പ് ഇതേപോലെ. എന്നിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അടിച്ചു പൊളിക്കാനുള്ള നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു കംഫർട്ട്. ഇന്ന് പോയ സ്ഥലങ്ങളെല്ലാം ഇഷ്ടം, അടിപൊളിയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ന് നല്ല രസമായിട്ട് നമ്മൾ വന്ന് നമ്മൾ മന്തി കഴിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ. ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.